ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കണ്ടുപിടിക്കാത്ത ഒരു നല്ല ടെക്നിക്ക് ഉണ്ട്. അത് ജപ്പാൻകാരാണ് ആദ്യം മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് നടന്ന ശാസ്ത്രീയ പഠനങ്ങളിലൂടെ ഈ ജാപ്പാനീസ് ടെക്നിക്ക് വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഹാർട്ടിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭക്ഷണത്തിലെ ചിട്ടകളും എക്സർസൈസും അല്ലേ പറയാം. പക്ഷേ ഈ ജാപ്പാനീസ് ടെക്നിക്കിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മനസ്സിന്റെ ലക്ഷ്യം, ഹാർട്ടിന്റെ ആരോഗ്യവും ലക്ഷ്യബോധവും തമ്മിൽ ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ ജാപ്പാനീസ് ട്രിക്കിന്റെ ഭാഗങ്ങളായിട്ടുള്ള പർപ്പസ്, ന്യൂട്രീഷൻ, മൂവ്മെന്റ്, കണക്ഷൻ, ഈ 4 ഘടകങ്ങൾ എന്തൊക്കെയാന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കിയാലോ. ഞാൻ ഡോക്ടർ അനിൽ സലീം, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി. ജപ്പാനിൽ ഓക്കിനാവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളുടെയും പ്രായം 100 വയസ്സിന് മുകളിലാണ്. എന്തൊരു അത്ഭുതമാണ്. ഇത് പാരമ്പര്യം ജനിതകമൊന്നുമല്ല. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഓക്കിനാവയിലുള്ള ചില ആളുകൾ അമേരിക്കയിലോ UK പോയിട്ട് താമസിക്കുകയാണെങ്കിൽ ആ ജനറേഷന്റെ ആയുസ് 100ലേക്ക് എത്തുന്നില്ല, അത് കുറഞ്ഞു പോവാണ്. ഇവരുടെ ജീവിതശൈലിയിൽ എന്തോ അത്ഭുതമുണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽപ്പെട്ട ഏറ്റവും പ്രധാന ടെക്നിക്ക് ഹര ഹച്ചിബു എന്ന് പറയും. ഇതെന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് സമയത്താണെങ്കിലും 80% വയറ് ഫുള്ളാവാതിരിക്കാൻ നിർബന്ധം പിടിക്കുക. ഇത് ഹൃദയാരോഗ്യത്തിന് ഒരുപാട് സ്ട്രെസ് കുറക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന മറ്റു വ്യക്തികൾക്ക് BP കൂടുന്നുണ്ട്, കൊളസ്ട്രോൾ കൂടുന്നുണ്ട്, ഒരുപാട് ഹോർമോണൽ പ്രശ്നങ്ങൾ ആ സമയത്ത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഹരഹാച്ചിബു എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്ന വ്യക്തികൾ ഹൃദയത്തിന്റെ ഇൻഫ്ലമേഷനും സ്ട്രെസ്സും ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് റിസ്ക് 30% കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇവർ കഴിക്കുന്നതിൽ കൂടുതലും മത്സ്യാഹാരമാണ്, വെജിറ്റബിൾസ് ആണ്, ഗ്രീൻ ടീ ആണ്. ഇതിലെല്ലാം ഒരുപാട് നാച്ചുറൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഗുളിക രൂപത്തിലുള്ളതല്ല, നാച്ചുറൽ. അതുപോലെ ആന്റി ഓക്സിഡൻസും ഉണ്ട്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവരതിൽ മൈൻഡ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാം, പതുക്കെ കഴിക്കാം. ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ഭക്ഷണത്തിൽ അവർ ചെയ്യുന്നുണ്ട്. അതൊരു സോഷ്യൽ കണക്ഷനാണ്. അവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ഭക്ഷണം ഷെയർ ചെയ്യും. ഇത് ഒരുപാട് ഇമോഷണൽ വെൽബീയിങ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു ടെക്നിക്ക് പർപ്പസ് കാണുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം കണ്ടെത്തുക. രാവിലെ എണീക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഇന്ന് എങ്ങനെ എനിക്ക് ഹാപ്പി ആവാൻ പറ്റും? മൈൻഡ്ഫുൾനെസ്, പർപ്പസ് ഇൻ ലൈഫ്, ഇക്കിഗായ് എന്നൊക്കെയാണ് ഇതിന് പറയുക. നമ്മൾ ആരെങ്കിലും ഒരു കാർഡിയോളജിസ്റ്റിനായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴേ ഫുഡിൻ്റെയും എക്സർസൈസിൻ്റെയും കാര്യമല്ലേ ചോദിക്കുക. ആരെങ്കിലും ഇമോഷണൽ വെൽബീയിങ്ങിനെ കുറിച്ചോ സോഷ്യൽ കണക്ഷനെ കുറിച്ചോ നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചോ അതെല്ലാം ഹാർട്ടായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചോ ആലോചിച്ചിട്ടുണ്ടോ? പക്ഷെ പഠനങ്ങൾ കാണിക്കുന്നത് ഇതെല്ലാം വളരെ കണക്റ്റഡ് ആണ്. ഹൃദയത്തിന് കൃത്യമായ ഒരു ആരോഗ്യം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് ഈ ജാപ്പാനീസ് പഠനങ്ങൾ കാണിക്കുന്നത്. ഹൃദയാരോഗ്യത്തെക്കുറിച്ചുള്ള പുരാതന അറിവുകളും മോഡേൺ സയൻസും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നറിയാൻ ആഗ്രഹമുള്ളവർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.